അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, രോഗം എന്ന് കേൾക്കുമ്പോൾ സാധാരണയായി ശരീരത്തിലെ അസുഖങ്ങളെക്കുറിച്ചാണ് നാം ഓർക്കാറുള്ളത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ഹൃദയത്തിനും രോഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം വർദ്ധിപ്പിച്ചു. അവർ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് കളവ് വെറും ഒരു നാവിൻ്റെ തെറ്റ് മാത്രമല്ല, അത് ഹൃദയത്തിൻ്റെ രോഗം കൂടിയാണ്. ഒരാൾ ഒരു കളവ് പറയുമ്പോൾ അത് സ്വാഭാവികമായും മറ്റൊരു കളവിലേക്ക് നയിക്കും, പിന്നെ അത് സ്വഭാവമായി മാറും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം കളവാണ്. കുടുംബങ്ങൾ തകരുന്നു, സൗഹൃദങ്ങൾ അവസാനിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെടുന്നു, സമൂഹത്തിൽ സംശയവും വിദ്വേഷവും വളരുന്നു. ഇതെല്ലാം ഒരു ചെറിയ കളവിൽ നിന്നാണ് തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ പഠിപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ. 4 സ്വഭാവങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവൻ വ്യക്തമായ കപടവിശ്വാസിയാണ്. അതിലൊന്നാണ് സംസാരിക്കുമ്പോൾ കളവ് പറയുക എന്നത്. വഇദാ ഹദ്ദസ കദബ. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മൾ കരുതും ഇത് ചെറിയ ഒരു കളവല്ലേ. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ ചെറിയ കളവ് എന്നൊന്നില്ല. കുട്ടികളെ പറ്റിക്കാൻ, തമാശ പറയാൻ, സ്വന്തം തെറ്റ് മറച്ചുവെക്കാൻ, മറ്റൊരാളെ താഴ്ത്തിക്കാണിക്കാൻ, ഇങ്ങനെ ഏത് വിധത്തിലുള്ള കളവായാലും അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നസ്സുദ്ഖ യഹ്ദി ഇലൽ ബിർ വ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ. സത്യം നന്മയിലേക്കാണ് നയിക്കുക, കളവ് തിന്മയിലേക്കും. ഒരു കളവ് പറയുന്നവന് ആ കളവ് മറച്ചുവെക്കാൻ 10 കളവുകൾ കൂടി പറയേണ്ടി വരും. ഒടുവിൽ അവൻ്റെ വിശ്വാസ്യതയും മാന്യതയും നഷ്ടമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കണം. ഒരു വാർത്ത കേട്ടാൽ അത് സത്യമാണോ എന്ന് നാം പരിശോധിക്കണം. സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും കളവിൻ്റെ ഒരു രൂപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യവാന്മാരുടെ കൂട്ടത്തിൽ ആയിരിക്കുകയും ചെയ്യുക. സൂറത്തു തൗബ 119 ആയത്താണ്. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും വിശ്വാസം നിലനിൽക്കണമെങ്കിൽ നാം സത്യസന്ധരാകണം. ഒരു മുസ്ലിമിൻ്റെ അടയാളമാണ് സത്യസന്ധത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളെ കളവിൻ്റെ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുകയും സത്യസന്ധരായ അടിമകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.